അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് കുവൈത്തിനും ബഹ്റൈനും നേരെ വൻ പ്രത്യാക്രമണം നടത്തി ഇറാൻ. കുവൈത്ത് വിമാനത്താവളത്തിന് നേർക്ക് നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും 63 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 13 മിസൈലുകളും 17 ഡ്രോണുകളുമാണ് ഇറാൻ കുവൈത്തിന് നേർക്ക് അയച്ചത്. ഇറാന്റെ നയതന്ത്ര മേധാവിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ച കുവൈത്ത് 2 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കി. ചർച്ച തുടരുന്നതായും ഇറാൻ നേതാവിനെ കാണാൻ ശ്രമിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാനെതിരെ സമ്പൂർണ്ണ യുദ്ധത്തിന് അമേരിക്കയും ഇസ്രായേലും സജ്ജമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ലബനാനിൽ വെടിനിർത്തലിന് തയ്യാറല്ലെന്ന് ഇസ്രായേൽ സൈനിക മേധാവിയും വ്യക്തമാക്കി. MCA നാസർ ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. MCA, ഇതിപ്പോൾ ഇറാനുമേൽ കുവൈത്തിന് മേൽ ഒരു ആക്രമണത്തിനുള്ള ഇറാനുള്ള പ്രകോപനം എന്തായിരുന്നു? മാത്രമല്ല, അവിടെ പശ്ചിമേഷ്യയിൽ സംഘർഷമൊന്നും ഒഴിവായി ശാന്തമായി വരുന്നൊരു സിറ്റുവേഷനായിരുന്നു. പഴയതുപോലെ ജീവിതം പഴയ രീതിയിലേക്ക് മടങ്ങുന്നൊരു സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് പൊടുന്നനെ ഈ തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത്. എന്താണ് ഇറാന് ഈ ഒരു ആക്രമണത്തിന് കാരണമായി ഇറാൻ ചൂണ്ടിക്കാട്ടുന്നത്? അതോടൊപ്പം തന്നെ വലിയ വ്യാപ്തിയുള്ള ഒരു ആക്രമണം, ഒരുപക്ഷെ മുൻപൊന്നുമില്ലാത്ത വിധത്തിലുള്ള ഒരു ആക്രമണത്തിന്റെ തോത് ഇന്ന് നമ്മളവിടെ കണ്ടു. ഇറാൻ ഈ വിഷയത്തിൽ ഒറ്റപ്പെടും എന്ന് നമ്മൾ കരുതേണ്ടി വരും അല്ലേ MCA? മഹേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ വരും എന്നൊരു പ്രതീക്ഷ മേഖലയിൽ രൂപപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെയും മറ്റും മധ്യസ്ഥതയിൽ ആ ചർച്ച എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും അത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നോക്കുക, 3 ദിവസത്തിനുള്ളിൽ 2 തവണയാണ് ഇപ്പോൾ കുവൈത്തിന് നേർക്ക് വ്യാപകമായിട്ടുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. യുദ്ധത്തിന്റെ അവസ്ഥയിൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള വ്യാപ്തിയുള്ള ആക്രമണമാണ് ഒരു സിവിലിയൻ ടാർഗറ്റ് എന്ന് പറയാവുന്ന കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തൽ പ്രകാരം ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു, 63 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ആ 63 പേരിൽ 8 പേരുടെ നില ഗുരുതരമാണെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അവരെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. സ്വാഭാവികമായിട്ടും മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരും ആ 63 പേരിലും ഉൾപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം വരാനിരിക്കുന്നേ ഉള്ളൂ. അത് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല. കുവൈത്തിലുള്ള അമേരിക്കൻ വ്യോമ കേന്ദ്രത്തിന് നേരെയും തങ്ങൾ ആക്രമണം നടത്തിയെന്നാണ് IRGC ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് അമേരിക്കയുടെ 5ാം കപ്പൽപ്പട സ്ഥിതി ചെയ്യുന്ന മനാമ ജുഫൈറിലുള്ള കേന്ദ്രത്തിന് നേരെയും വ്യാപകമായിട്ടുള്ള മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ് ഇന്ന് വെളുപ്പിനുണ്ടായിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെയും സംഭവങ്ങളുടെ തുടക്കം മഹേഷ് ഇന്ന് വെളുപ്പിന് ഒരു 1:30 മണിയോടുകൂടിയാണ് ഇറാന്റെ ഒരു എണ്ണക്കപ്പലിന് നേരെ US സെൻട്രൽ കമാൻഡ് മിസൈലുകൾ അയക്കുന്നത്. ആ മിസൈൽ ആക്രമണത്തിൽ കപ്പലിന് കാര്യമായിട്ടുള്ള കേടുപാടുകൾ സംഭവിച്ചതായിട്ട് ഇറാൻ അറിയിക്കുന്നു. തുടർന്നാണ് ഹോർമസിനോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു കേന്ദ്രമായ കിഷൻ ദ്വീപിന് നേരെ ആക്രമണം നടക്കുന്ന. അവിടെ കമ്മ്യൂണിക്കേഷൻ ടവറുകൾ തകർക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇറാന്റെ ലോഞ്ചിങ് പാഡുകൾ പലതും തകർക്കപ്പെട്ടതായിട്ട് US സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നുണ്ട്. ഇതിന് മറുപടി എന്ന നിലയ്ക്കാണ് തങ്ങളുടെ ഈ 2 രാജ്യങ്ങൾക്ക് നേരെയുള്ള ഈ ആക്രമണം. അവിടെ നിന്നാണ് ഇതിന്റെ സ്രോതസ് എന്നുകൂടി ഇറാൻ ആരോപിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണവും അതുമായി ബന്ധപ്പെട്ടില്ല എന്നാണ് കുവൈത്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ മണ്ണിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ആക്രമണം ഇറാന് നേരെ ഉണ്ടായിട്ടില്ലെന്ന് കുവൈത്ത് വിശദീകരിക്കുന്നുമുണ്ട്. എന്നിട്ടും തങ്ങൾക്ക് നേരെ നടന്നിരിക്കുന്ന ഈ ആക്രമണം വലിയ തോതിൽ തന്നെ കുവൈത്ത് ജനതയെ അല്ലെങ്കിൽ കുവൈത്ത് എന്ന രാഷ്ട്രത്തെ ഞെട്ടിക്കുക സ്വാഭാവികമാണ്. അത് മാത്രമല്ല, മേഖലയിൽ ഒരു 3 ദിവസത്തിനുള്ളിൽ ഒരേ രാജ്യത്തിന് നേരെ തുടർച്ചയായിട്ട് 2 ദിവസം ആക്രമണം ഉണ്ടാവുക എന്ന് വെച്ചാൽ നേരത്തെ യുദ്ധ കാലാവസ്ഥയിൽ പോലും ഇല്ലാത്ത ഒരു സംഭവ വികാസമാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു ആശങ്ക പടർത്തുന്ന ഘടകം കൂടിയാണ്. പക്ഷേ അല്പം മുമ്പ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ആക്രമണത്തെ തീർച്ചയായിട്ടും തികച്ചും ന്യായീകരിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്നത്. ഇനിയും ഇത്തരം ഏതെങ്കിലും നിലക്ക് തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ, തങ്ങളുടെ സംവിധാനങ്ങൾക്ക് നേരെ, തങ്ങളുടെ സൗകര്യങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഉടനടിയുള്ളതും ഏറ്റവും വ്യാപ്തിയുള്ളതുമായിട്ടുള്ള തിരിച്ചടി ഉറപ്പായിരിക്കുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആശങ്ക കനക്കുകയാണ്. അതോടൊപ്പം തന്നെ
തന്നെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും സമാനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരിക്കുന്നു. തങ്ങളുടെ കപ്പലുകൾക്കോ തങ്ങളുടെ പടക്കപ്പലുകൾക്കോ തങ്ങളുടേതായ താല്പര്യങ്ങൾക്ക് നേരെയോ ഇറാൻ ഇനിയും ഇത്തരം ആക്രമണങ്ങളുമായി രംഗത്ത് വരികയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും. അവിടെ മറ്റൊന്നും തന്നെ തങ്ങൾ പരിഗണിക്കുകയില്ല എന്ന അർത്ഥത്തിലുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത്രയും നാൾ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഒരുപക്ഷെ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ തന്ത്രപ്രധാന മേഖലകൾ, അവിടേക്കായിരുന്നു പലപ്പോഴും ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അതിനെ ആ തരത്തിൽ ന്യായീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ നോക്കൂ, കുവൈത്തിലെ ജനങ്ങൾ അനുദിനം ആയിരക്കണക്കിന് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഒരു സിവിലിയൻ മേഖലയിലേക്ക് കൃത്യമായ ആളുകളുടെ നാശം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഇറാൻ നടത്തിയ ഒരു ആക്രമണം, അതിനെ എന്ത് ആകും അവർക്ക് ന്യായീകരിക്കാനാവുക? അതോടൊപ്പം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ അവരുടെ ഇത്രയേറെ വലിയ ആക്രമണങ്ങളെ നേരിട്ടിട്ടും ഗൾഫ് രാജ്യങ്ങൾ പുലർത്തുന്ന സംയമനം, മേഖലയിലാകെ സംഘർഷം വ്യാപിക്കാതിരിക്കാനുള്ള മുൻകരുതൽ, അതുകൊണ്ട് മാത്രമാകില്ല ഇറാന് ഒരു തിരിച്ചടി നൽകാൻ പറ്റാതെ പോകുന്നത്. ഇറാൻ എന്തുകൊണ്ടാണ് അവിടെ ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ ബോംബ് വർഷിക്കുന്നത്, മിസൈൽ വിടുന്ന ഒരു സാഹചര്യം എന്താണ്? ഇതിലൂടെ എന്താണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്? അമേരിക്കയ്ക്കുള്ള മറുപടി അല്ലല്ലോ യഥാർത്ഥത്തിൽ ഇത്. മഹേഷ്, ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷേ ഇതിനുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഇറാന്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണവും വന്നിട്ടില്ല. ആകെ വന്നിരിക്കുന്ന വിശദീകരണം അമേരിക്കയുടെ ക്യാമ്പുകൾക്ക് നേരെ, സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബഹ്റൈനിലും കുവൈത്തിലും തങ്ങൾ ആക്രമണം നടത്തിയെന്ന് മാത്രമാണ്. സിവിലിയൻ കേന്ദ്രമായിട്ടുള്ള ഒരു വിമാനത്താവളത്തിന് നേരെ ആക്രമണം നടത്തിയത് ഏതെങ്കിലും അർത്ഥത്തിൽ അത് ഏറ്റെടുക്കാനോ അതിന്റെ അവകാശവാദം ഉന്നയിക്കാനോ ഇറാൻ നേതൃത്വം, രാഷ്ട്രീയ സൈനിക നേതൃത്വം ഒരുപോലെ തയ്യാറാകുന്നില്ല എന്നതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. കാരണം വലിയ തോതിലുള്ള ഒരു സംഭ്രാന്തിജനകമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക, അതിലൂടെ ഗൾഫിലെ മേഖലയിലെ രാജ്യങ്ങളെ കൂടി ഈ പ്രതിസന്ധി പരിഹരിക്കാൻ അവരെ രംഗത്തിറക്കുക എന്നതായിരിക്കുമോ ഇറാൻ നയതന്ത്ര തലത്തിൽ ലക്ഷ്യമിടുന്നത് എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ നേരത്തെയും കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ യുദ്ധത്തിന്റെ ഘട്ടത്തിന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് ആ അർത്ഥത്തിലെങ്കിലും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷേ ഒരു വെടിനിർത്തൽ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ സാധാരണ യാത്രക്കാരൻ, ഇന്നിപ്പോൾ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരൻ യാത്രക്കാരനാണ് എന്നാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ 63 പേരിൽ അധിക പേരും യാത്രക്കാരായിരിക്കാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ സാമാന്യ യാത്രക്കാരെ, സിവിലിയൻ സമൂഹത്തിന് നേരെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് അരങ്ങേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഈ സംയമനം തുടരുന്നതിൽ അർത്ഥമില്ല എന്ന അർത്ഥത്തിലേക്ക് ചിന്ത പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ UAE നടത്തിയിരിക്കുന്ന പ്രതികരണം പ്രകാരം ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഈ ഒരു കടന്നാക്രമണത്തെ ചെറുക്കാനുള്ള കൂടുതൽ ഫലപ്രദമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണമെന്നതാണ്. കാരണം യുദ്ധം വ്യാപിക്കുന്നത് മേഖലയുടെ താല്പര്യങ്ങളെ, മേഖലയുടെ രാജ്യങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്നൊരൊറ്റ ആശങ്ക കൊണ്ടാണ് ഈ യുദ്ധത്തിൽ നിന്ന് പ്രത്യക്ഷമായിട്ട് ഒരു ഇടപെടൽ നടത്തേണ്ടതില്ല എന്ന് മിക്ക ഗൾഫ് രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ അത് തങ്ങളുടെ ദൗർബല്യമായിട്ട് ഇറാൻ കണക്ക് കൂട്ടരുത് എന്നാണ് ഇപ്പോൾ GCC രാഷ്ട്രങ്ങൾ ഒരുമിച്ച് തന്നെ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെ ഒമാൻ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും അതിശക്തമായിട്ട് അപലപിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. ഇപ്പൊ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഈ ലബനാനിലുള്ള യുദ്ധം നിർത്തിവെക്കാനുള്ളൊരു നീക്കം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ 2 ദിവസം മുമ്പ് വരെ രൂപപ്പെട്ടിരുന്നു. ട്രംപ് നെതന്യാഹുവുമായിട്ട് വളരെ പരുഷമായി തന്നെ ടെലിഫോണിൽ സംസാരിച്ചു, എത്രയും പെട്ടെന്ന് യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇന്ന് ഈ രാത്രിയിൽ അല്പം മുമ്പ് പോലും നബാത്തിയ ഉൾപ്പെടെയുള്ള ലബനാൻ പ്രദേശങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ട്. ഇപ്പൊ 4ാം വട്ട ചർച്ചകൾ വാഷിംഗ്ടണിൽ 2ാം ദിവസമായ ഇന്നും ലബനാനും ഇസ്രായേലും തമ്മിൽ തുടരുന്നുണ്ട്. പക്ഷേ ഇത്തരം ഔപചാരികവും സാങ്കേതികവുമായിട്ടുള്ള ചർച്ചകളും നീക്കങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു എന്നതല്ലാതെ ആത്മാർത്ഥമായിട്ട് ഈ ലബനാൻ യുദ്ധം അവസാനിപ്പിക്കാൻ, ഇസ്രായേലിനെ അതിൽ നിന്ന് അമർച്ച ചെയ്യാൻ ആത്മാർത്ഥമായിട്ടുള്ള ഒരു നീക്കവും ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് ചർച്ച നടക്കുന്നു എന്ന് അമേരിക്ക വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും ഇറാൻ അതിനെ സാധൂകരിക്കുന്ന ഒരു പ്രതികരണവും ഇതുവരെ നടത്തിയിട്ടില്ല. കാരണം ലബനാനിലെ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ഇറാൻ അമേരിക്ക പ്രഖ്യാപിത കരാറിന്റെ ഭാഗമായിരിക്കണം എന്നൊരു നിലപാടാണ് ഇറാൻ ആവർത്തിക്കുന്നത്. പക്ഷേ ആ ആവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലും ഈ ലബനാൻ യുദ്ധം അനിശ്ചിതമായിട്ട് തുടരുന്നത് പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ അല്പം മുമ്പ്
US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാന് ഒരു ഇളവും തങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ഇനി ഹോർമസ് തുറന്നാൽ പോലും ആ ഇളവ് ഇറാന് ലഭിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഈ പ്രതിസന്ധി തീർക്കുക എന്നത് ഇപ്പോൾ അമേരിക്ക കൃത്യമായിട്ട് ലക്ഷ്യമിടുന്നില്ല എന്നുകൂടിയാണ് അതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആരാണ് പിന്നെ ഇതിന് മുൻകൈയെടുക്കുക? ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കും? മേഖലയെ മൊത്തം 3-4 മാസമായി ബാധിച്ചിരിക്കുന്ന ഏറ്റവും കടുത്ത ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ സംഘർഷത്തിൽ നിന്ന് മേഖലയെ രക്ഷപ്പെടുത്തണമെങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ തങ്ങളുടേതായിട്ടുള്ള നിലക്ക് പരമാവധി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈജിപ്തും തുർക്കിയും ഖത്തറും പാകിസ്ഥാനും സൗദി അറേബ്യയും ഒക്കെ തങ്ങളുടെ പങ്ക് അതിൽ വഹിക്കുന്നുണ്ട്. പക്ഷേ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിൽ അവർ പരാജയപ്പെടുകയാണ്. അതുകൊണ്ട് ചർച്ച നടക്കുന്നു, ഉടൻ കരാറുണ്ടാവുമെന്നൊക്കെ ട്രംപ് അവകാശപ്പെടുന്നു എന്നതല്ലാതെ ഇപ്പോൾ പോലും അക്കാര്യം വ്യക്തമല്ല. അല്പം മുമ്പ് ഇസ്രായേൽ ഒരു കാര്യം കൂടി, മേഖലയിലെ സമാധാനത്തിന് ചർച്ചകൾ ഒരു വശത്ത് നടക്കുമ്പോഴാണ് ട്രംപ് നെതന്യാഹു രണ്ടുപേരും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ ഉലച്ചിൽ. അതൊരു പക്ഷേ അത് മേഖലയിൽ സമാധാനം തരുന്ന ഒരു കാര്യം കൂടിയാകും. അപ്പോൾ ആ ബന്ധം ഇവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ പരുഷമായി സംസാരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് വീണ്ടും അതിലൊരു അകൽച്ച കുറെ കൂടി കൂടുന്നൊരു സാഹചര്യം ഉണ്ടോ ഇന്നും ഇന്നലെയുമായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം? മഹേഷ്, ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇനിയിപ്പോൾ ട്രംപ് തന്നെ ഔദ്യോഗികമായിട്ട് കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വളരെ പരുഷമായി തന്നെ തനിക്ക് നെതന്യാഹുവിനോട് പെരുമാറേണ്ടി വന്നു. താൻ മൂലമാണ് ഈ പ്രതിസന്ധി അത്രയും ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന് ഇത്രയേറെ ലോകത്ത് ഒറ്റപ്പെടാൻ കാരണം താൻ ഒരാൾ നിമിത്തമാണ് എന്നതുൾപ്പെടെയുള്ള വളരെ പരുഷമായിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നടത്തിയെന്ന് ട്രംപ് തന്നെ ഇന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ പോലും ആത്യന്തികമായിട്ട് ഇസ്രായേലിന്റെ സുരക്ഷ, ഇസ്രായേലിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങൾ ഇതിനെ അവഗണിച്ചുകൊണ്ട് അമേരിക്ക ഒരിക്കലും മുന്നോട്ട് പോവുകയില്ല. ഇന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയോട് ഇസ്രായേലിന്റെ പക്കൽ ആണവായുധങ്ങളില്ലേ എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി തങ്ങളുടെ വിദേശ നയം പ്രകാരവും മറ്റ് പല കാരണങ്ങൾ കൊണ്ടും തൽക്കാലം പരസ്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തേണ്ടതില്ല എന്നാണ് അമേരിക്കയുടെ തീരുമാനം എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇതിവിടെ ആണവായുധമല്ല പ്രശ്നം. അത് ഇസ്രായേലിന്റെ അടുത്ത് എത്ര ഉണ്ടായാലും പ്രശ്നമല്ല. നേരെ മറിച്ച് ഇറാന്റെ പക്കൽ ആണവായുധം ഉണ്ടാകുന്നത് തങ്ങളുടെ താല്പര്യങ്ങൾക്കും മേഖലയുടെ താല്പര്യങ്ങൾക്കും ദോഷം ചെയ്യും. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും അമർച്ച ചെയ്യുക എന്നത് മാത്രമാണ് തങ്ങളുടെ ലക്ഷ്യം എന്നുകൂടി അമേരിക്ക പറയുമ്പോൾ എത്ര കണ്ട് ഈ ചർച്ചയിൽ ഈ സമാധാനം വരുത്തുന്നതിൽ അമേരിക്കക്ക് താല്പര്യമുണ്ട്, അവരുടെ ആത്മാർത്ഥത എത്രയുണ്ട് എന്ന ചോദ്യം കൂടിയാണ് ഉയരുന്നത്. ശരി, എന്തായാലും ന്യായീകരിക്കപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് കുവൈത്ത് എയർപോർട്ടിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും 63 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 13 മിസൈലുകളും 17 ഡ്രോണുകളും ഇറാൻ കുവൈത്തിന് നേരെ അയച്ചു എന്നുള്ളതാണ്. ഇറാന്റെ നയതന്ത്ര മേധാവിയെ വിളിച്ചു വരുത്തി പ്രതിഷേധം കുവൈത്ത് അറിയിച്ചിട്ടുണ്ട്. 2 നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ചെയ്തു. കടുത്ത നടപടിയിലേക്ക് കുവൈത്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇറാൻ നേതാവിനെ കാണാൻ ശ്രമിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനെതിരെ സമ്പൂർണ്ണ യുദ്ധത്തിന് അമേരിക്കയും ഇസ്രായേലും സജ്ജമാണ് എന്നാണ് നെതന്യാഹുവിൻ്റെ ഇപ്പോഴുമുള്ള ഭീഷണി എന്നുകൂടി ഓർക്കേണ്ടതുണ്ട്. ഓക്കെ, MCA നാസറാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. കുവൈത്ത് വിമാനത്താവളത്തിലെ ആക്രമണം രാജ്യത്തിന്റെ വ്യോമഗതാഗത മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചു. കുവൈത്ത് എയർവേസും ജസീറ എയർവേസും മറ്റ് ടെർമിനലുകൾ വഴി സർവീസുകൾ പുനരാരംഭിച്ചെങ്കിലും വിദേശ വിമാന കമ്പനികളുടെ പ്രധാന കേന്ദ്രമായ ടെർമിനൽ 1 പ്രവർത്തനം ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. ഇന്ന് രാവിലെയുണ്ടായ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെടുകയും 63 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സലീം കോട്ടയിൽ ചേരുകയാണ് കുവൈത്തിൽ നിന്ന്. സലീം, ഇപ്പോഴും ടെർമിനൽ 1 പ്രവർത്തനം പൂർണ്ണതോതിൽ തുടങ്ങാനായിട്ടില്ലേ? മറ്റ് ടെർമിനലുകൾ വഴിയുള്ള വിമാന സർവീസുകൾ അത് ഏതെങ്കിലും തരത്തിൽ അതിന് തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടോ ഇപ്പോൾ? മഹേഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കുവൈത്ത് വിമാനത്താവളത്തിലെ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്നതാണ്. ആക്രമണത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന ചില വിമാന സർവീസുകൾ ഇതിനകം പുനരാരംഭിച്ചിട്ടുണ്ട്. നിലവിൽ കുവൈത്ത് എയർവേസിന്റെ സർവീസുകൾ ടെർമിനൽ 4 വഴിയും ജസീറ എയർവേസിന്റെ സർവീസുകൾ ടെർമിനൽ 5 വഴിയുമാണ് തുടരുന്നത്. യാത്രക്കാരുടെയും വിമാന പ്രവർത്തനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് ഈ സർവീസുകൾ വീണ്ടും ആരംഭിച്ചത്. എന്നാൽ വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്ന പ്രധാന കേന്ദ്രമായ ടെർമിനൽ 1 പ്രവർത്തനം ഇതുവരെ പുനഃസ്ഥാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ കുവൈത്തിലേക്ക് സർവീസ് നടത്തുന്ന ഭൂരിഭാഗം അന്താരാഷ്ട്ര വിമാന കമ്പനികളും ഉപയോഗിക്കുന്നത് ഈ ടെർമിനൽ 1 തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടെർമിനൽ 1 പ്രവർത്തനം തടസ്സപ്പെട്ടത് രാജ്യത്തിന്റെ വ്യോമഗതാഗത മേഖലയെ വലിയ രീതിയിലാണ് ഇപ്പോൾ ബാധിച്ചിരിക്കുന്നത്. ടെർമിനലിലുണ്ടായ നാശനഷ്ടങ്ങൾ സാങ്കേതിക സംഘങ്ങൾ പരിശോധിച്ചു വരികയാണ്. അറ്റകുറ്റപ്പണികളും സുരക്ഷാ വിലയിരുത്തലുകളും പുരോഗമിക്കുകയാണെന്നും അതിനുശേഷം മാത്രമേ മറ്റു വിമാന കമ്പനികളുടെ സർവീസുകൾ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകൂ എന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എയർപോർട്ട് സന്ദർശിച്ചിരുന്നു.
ആക്രമണത്തെ ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങൾ ശക്തമായി തന്നെ അപലപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊലപ്പെടുകയും നിരവധി ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിരുന്നു. മരിച്ചയാളുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും ആവശ്യമായ എല്ലാ സഹായവും എംബസി ഉറപ്പാക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മലയാളികൾ അടക്കമുള്ളവർക്കും പരിക്കേറ്റതായി നിരവധി വാർത്തകൾ രാവിലെ മുതൽ വരുന്നുണ്ട്. എന്നാൽ അവരുടെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ആക്രമണത്തിന് പിന്നാലെ തന്നെ ഇറാനെതിരെ കുവൈറ്റ് നയതന്ത്ര നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഇറാൻ എംബസിയിലെ 2 ഡിപ്ലോമാറ്റിനെ സ്വീകാര്യമല്ലാത്തവരായി പ്രഖ്യാപിച്ച കുവൈറ്റ് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മഹേഷ്. ശരി, സലീം കോട്ടയിലാണ് വിവരങ്ങൾ നൽകിയത്. ഇറാനിൽ നിന്നുള്ള 13 ബാലിസ്റ്റിക് മിസൈലുകളും 17 ഡ്രോണുകളും കുവൈത്തിൽ പ്രതിരോധിച്ചു. അന്താരാഷ്ട്ര വിമാനത്താവളം ഉൾപ്പെടെ സിവിലിയൻ സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയ ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടു. ഇറാൻ ആക്രമണം ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ 372 ബാലിസ്റ്റിക് മിസൈലുകളും 15 ക്രൂസ് മിസൈലുകളും 869 ഡ്രോണുകളും കുവൈത്തിനെതിരെ തൊടുത്തുവിട്ടതായി പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. മരണപ്പെട്ടയാളുടെ കുടുംബത്തോട് അനുശോചനം രേഖപ്പെടുത്തിയ മന്ത്രാലയം പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കണമെന്നും ആശംസിച്ചു. ആക്രമണവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകൾ മാത്രം പിന്തുടരണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ സായുധ സേന പൂർണ്ണ സജ്ജതയോടെ രംഗത്തുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. കുവൈത്തിൽ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഇറാനെതിരെ കടുത്ത നയതന്ത്ര നടപടി സ്വീകരിച്ചു കുവൈത്ത്. ഇറാൻ എംബസിയിലെ 2 നയതന്ത്ര ഉദ്യോഗസ്ഥരെ അനഭിമതരായി പ്രഖ്യാപിച്ച കുവൈത്ത് 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാൻ നിർദ്ദേശം നൽകി. വിമാനത്താവളം ഉൾപ്പെടെയുള്ള സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ആക്രമണം അന്താരാഷ്ട്ര നിയമത്തിന്റെ ഗുരുതരമായ ലംഘനമാണെന്ന് കുവൈത്ത് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കുവൈത്ത് ആവർത്തിച്ചു. ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അസബ സന്ദർശിച്ചു. ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ ഉദ്യോഗസ്ഥർ പ്രധാനമന്ത്രിക്ക് വിശദീകരിച്ചു. വിമാനത്താവള ജീവനക്കാരുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. തകർന്ന സൗകര്യങ്ങൾ അടിയന്തരമായി പുനഃസ്ഥാപിച്ച് ടെർമിനൽ വേഗത്തിൽ പ്രവർത്തനക്ഷമമാക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ആക്രമണത്തെ തുടർന്നുള്ള നാശനഷ്ടങ്ങൾ വിലയിരുത്താനും പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുമുള്ള സർക്കാർ ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ബഹ്റൈന് നേരെ ആക്രമണം. ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. ആക്രമണം വിജയകരമായി പ്രതിരോധിച്ചതായി ബഹ്റൈൻ വ്യോമ പ്രതിരോധ സേന അറിയിച്ചു. സിറാജ് പള്ളിക്കര ചേരുകയാണ് വിവരങ്ങളുമായി. സിറാജ്, ഏത് തരത്തിലായിരുന്നു ആക്രമണം? എങ്ങനെയാണ് പ്രതിരോധിച്ചത്? ആളപായമില്ല എന്നുള്ളത് വലിയ ആശ്വാസം. മഹേഷ്, ഒരു ഇടക്കാലത്തിന് ശേഷം ഇന്ന് ബഹ്റൈന് നേരെ ഇറാൻ ആക്രമണം നടത്തിയ ദിവസമാണ്. പുലർച്ചെ 2:30 ആക്രമണം ഉണ്ടായത്. സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ജാഗ്രതാ സന്ദേശവുമായി ഉടൻ തന്നെ ഫോണുകളിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അലേർട്ട് സൈറൺ മുഴങ്ങിയിരുന്നു. പിന്നീട് ബഹ്റൈൻ പ്രതിരോധ സേനയുടെ ജനറൽ കമാൻഡ് ഇറാൻ ആക്രമണമുണ്ടായതായി സ്ഥിരീകരിക്കുകയും രാജ്യത്തെ ജനവാസ മേഖലകളെയും അതുപോലെ തന്നെ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ എന്നുകൂടി കൂട്ടിച്ചേർക്കുകയും ഉണ്ടായി. എന്നാൽ ഈ ആക്രമണങ്ങളെല്ലാം തന്നെ ഫലപ്രദമായി പ്രതിരോധിച്ചതായും ജനറൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. 3 മിസൈലുകളും നിരവധി ഡ്രോണുകളും രാജ്യത്തെ ലക്ഷ്യമാക്കി എത്തിയിട്ടുണ്ടെന്നും എന്നാൽ അവയെല്ലാം തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ആകാശത്ത് വെച്ച് തന്നെ തകർത്തു കളഞ്ഞതായും അധികൃതർ അറിയിച്ചു. നാശനഷ്ടങ്ങളോ ആളപായങ്ങളോ ഒന്നും തന്നെ അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് ബഹ്റൈൻ വ്യോമപാത അടച്ചതായും അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ വിമാന സർവീസുകൾ നിലച്ചതായും ഒരു വ്യാജ വാർത്ത പ്രചരിച്ചിരുന്നു. എന്നാൽ ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളം പതിവ് പോലെ പ്രവർത്തിക്കുന്നു എന്ന സുപ്രധാന വിവരമാണ് നമുക്ക് പ്രേക്ഷകർക്കായി നൽകാനുള്ളത്. രാവിലെ കൊച്ചിയിൽ നിന്ന് ബഹ്റൈനിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ സർവീസ് റദ്ദാക്കിയത് ഒഴിച്ചു നിർത്തിയാൽ മറ്റുള്ള വിമാനങ്ങളെല്ലാം തന്നെ ഷെഡ്യൂൾ പ്രകാരം വിമാനത്താവളത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. ആക്രമണത്തെ തുടർന്ന് തകർന്നു വീണ മിസൈലുകളുടെയോ അതുപോലെ തന്നെ ഡ്രോണുകളുടെയോ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ സംശയാസ്പദമായ മറ്റ് വസ്തുക്കൾ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും അതിനടുത്തേക്ക് പോകാനോ തൊടാനോ പാടില്ലെന്ന് കർശന നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ
ജാഗ്രത പാലിച്ചാൽ മതിയെന്നും ഭയചകിതരാകേണ്ടതില്ലെന്നും ആവർത്തിച്ച് അധികൃതർ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഒരിടക്കാലത്തിന് ശേഷം വീണ്ടും ബഹ്റൈന് നേരെ ആക്രമണം ഉണ്ടായതോടെ ആളുകൾ വീണ്ടും യുദ്ധം സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം നീങ്ങുകയാണോ എന്ന ആശങ്കയിൽ തന്നെയാണ് മഹേഷ്. ശരി, ബഹ്റൈന് നേരെ ആക്രമണമുണ്ടായി, പക്ഷേ വിജയകരമായി അതിനെ പ്രതിരോധിക്കാൻ സേനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റ് ആശങ്കകളൊന്നും അവിടെയില്ല. വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം സാധാരണഗതിയിൽ തന്നെ പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് പരക്കുന്ന വാർത്തകൾ അത് ശരിയല്ല എന്നുകൂടിയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ. പശ്ചിമേഷ്യ വീണ്ടും കലുഷിതമാകുന്നതിനിടെ സമകാലിക സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്ത് ഖത്തറും സൗദിയും. വിഷയത്തിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ആശയവിനിമയം നടത്തി. US ഇറാൻ പ്രശ്നത്തിൽ പാകിസ്ഥാൻ നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇരു രാഷ്ട്ര നേതാക്കളും പിന്തുണ ആവർത്തിച്ചു. മധ്യസ്ഥ സംഭാഷണങ്ങൾ മാത്രമാണ് പരിഹാരത്തിനുള്ള ഏക പോംവഴിയെന്ന് ഇരുവരും വ്യക്തമാക്കി. മേഖലയിൽ സംഘർഷം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളോട് എല്ലാ കക്ഷികളും സഹകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കുവൈത്തിലും ബഹ്റൈനിലും ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഖത്തർ. ആക്രമണം ഇരു രാഷ്ട്രങ്ങളുടെയും പരമാധികാരത്തിന് മേലുള്ള ലംഘനമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇറാന്റെ ആക്രമണം. ഇത് 1949 ജനീവ കൺവെൻഷൻ നിയമങ്ങളുടെയും അനുബന്ധ പ്രോട്ടോക്കോളുകളുടെയും നഗ്നമായ ലംഘനമാണ്. ഒരു പ്രകോപനവും ഇല്ലാതെ നടത്തുന്ന ഇത്തരം ആക്രമണങ്ങൾ നീതീകരിക്കാനാകില്ല. സ്വന്തം സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കാൻ കുവൈത്തും ബഹ്റൈനും സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും പിന്തുണ നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ബഹ്റൈനും കുവൈത്തിനും നേരെയുണ്ടായ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച് ഒമാൻ. മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാകുന്ന തരത്തിലുള്ള ഏത് തരത്തിലുള്ള സൈനിക നീക്കങ്ങളെയും ഒമാൻ തള്ളിക്കളയുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഇത്തരം നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സാധാരണക്കാരുടെ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണെന്നും ഒമാൻ വ്യക്തമാക്കി. ഇരു രാജ്യങ്ങൾക്കും ഒമാൻ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. തങ്ങളുടെ പരമാധികാരവും പ്രാദേശിക അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായി ബഹ്റൈനും കുവൈത്തും സ്വീകരിക്കുന്ന എല്ലാ സുരക്ഷാ നടപടികൾക്കും ഒമാൻ പിന്തുണ അറിയിച്ചു. കുവൈത്തിലെയും ബഹ്റൈനിലെയും ഇറാൻ ആക്രമണത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകനായ അൻവർ ഗർഗാഷ്. ഇറാനെതിരെ കടുത്ത ഭാഷയിലാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലെ ഒരംഗത്തെയും ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ ഒറ്റയ്ക്ക് നേരിടാൻ വിട്ടുകൊടുക്കരുതെന്നും ഗർഗാഷ് വ്യക്തമാക്കി. അതേസമയം ആക്രമണങ്ങളെ UAE ശക്തമായി അപലപിച്ചു. കുവൈത്തിനും ബഹ്റൈനും നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നാലെ GCC രാജ്യങ്ങൾ ഒന്നിച്ച് അണിനിരന്ന് ശക്തമായ മറുപടി നൽകണമെന്നായിരുന്നു ഡോക്ടർ അൻവർ ഗർഗാഷിന്റെ പ്രതികരണം. ഇന്ന് പുലർച്ചെ ഇറാന്റെയും US സേനയുടെയും ഭാഗത്തു നിന്നുണ്ടായ കടുത്ത ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകനായ അൻവർ ഗർഗാഷിന്റെ നിർണായക പ്രതികരണം. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനലിന് നേരെയുണ്ടായ ഇറാൻ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വിമാന സർവീസുകൾ തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. ബഹ്റൈനെയും കുവൈത്തിനെയും ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ അദ്ദേഹം ശക്തമായി അപലപിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും മേഖലയുടെ സുസ്ഥിരതയ്ക്കും സാധാരണക്കാരുടെ സുരക്ഷയ്ക്കും കടുത്ത ഭീഷണിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗൾഫ് രാജ്യങ്ങളിലെ ഒരു അംഗത്തെയും ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ ഒറ്റയ്ക്ക് നേരിടാൻ വിട്ടുകൊടുക്കരുതെന്നും അൻവർ ഗർഗാഷ് സോഷ്യൽ മീഡിയയിലൂടെ ആവശ്യപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈ അധിനിവേശം ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തെ മാത്രമല്ല, എല്ലാവരെയും ലക്ഷ്യമിട്ടുള്ളതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതിസന്ധി ഘട്ടങ്ങളിൽ GCC രാജ്യങ്ങൾ പരസ്പരം ലോജിസ്റ്റിക്സ് പിന്തുണ നൽകുന്നുണ്ടെങ്കിലും രാഷ്ട്രീയ സൈനിക സഹകരണം ഇപ്പോഴും ദുർബലമാണെന്നും അദ്ദേഹം എടുത്തുകാട്ടി. മീഡിയ 1 ദുബൈ. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. സിവിലിയൻ ജനങ്ങളെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മരിച്ച ഇന്ത്യൻ പൗരന്റെ കുടുംബത്തിന് അഗാധമായ അനുശോചനം രേഖപ്പെടുത്തിയ വിദേശകാര്യ മന്ത്രാലയം പരിക്കേറ്റവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ഇന്ത്യൻ എംബസി നൽകി വരുന്നതായി അറിയിച്ചു. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി കുവൈത്ത് അധികൃതരുമായി അടുത്ത ബന്ധം പുലർത്തുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി.
ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെതിരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചെന്ന വാർത്തകൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ സ്ഥിരീകരിച്ചു. ലബനാനിലെ ഹിസ്ബുള്ളയുമായുള്ള ഇസ്രായേലിന്റെ യുദ്ധവുമായി ബന്ധപ്പെട്ടായിരുന്നു ട്രംപ് പ്രകോപിതനായത്. ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ളയുമായി താൻ ഉടൻ ചർച്ച നടത്തിയേക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. തിങ്കളാഴ്ചയാണ് ട്രംപിന്റെ വിവാദമായ ഫോൺ കോൾ ഉണ്ടായത്. ഇറാനുമായുള്ള യുദ്ധം ഒരുവിധം തീർക്കാനുള്ള പെടാപ്പാടിലാണ് അമേരിക്ക. ഇതിനിടെ കരയുദ്ധത്തിലേക്ക് പോകാൻ ലെബനോനിലേക്ക് സൈന്യത്തെ ഇസ്രായേൽ അയച്ചതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. ട്രംപിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കേണ്ടതില്ലെന്ന തീവ്രവാദ നിലപാടുള്ള ഇസ്രായേൽ മന്ത്രിമാരുടെ നിലപാടും ഇതിനൊപ്പം വാർത്തയായി പുറത്തു വന്നിരുന്നു. നെതന്യാഹുവിനോട് ബഹുമാനമുണ്ടെങ്കിലും തെറി വിളിച്ചുപോയെന്നാണ് ട്രംപ് തന്നെ പോഡ് ഫോഴ്സ് 1 പോഡ്കാസ്റ്റിൽ സ്ഥിരീകരിച്ചത്. തെറിവാക്കുകൾ ചേർത്ത് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത് ഇതാണ്: നിനക്ക് ഭ്രാന്താണ്. ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ താനിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കുകയാണ്. ഇപ്പോൾ നിന്നെ എല്ലാവരും വെറുക്കുന്നുണ്ട്. ഈ യുദ്ധം കാരണം എല്ലാവരും ഇസ്രായേലിനെയും വെറുക്കുകയാണ്. ഇങ്ങനെയായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇസ്രായേൽ ഉദ്യോഗസ്ഥർ ആദ്യം ഈ വാർത്ത നിഷേധിച്ചിരുന്നു. ഇസ്രായേൽ ലെബനോനിൽ നിന്ന് പിന്മാറാത്ത പക്ഷം യുദ്ധവിരാമ ചർച്ചകളിൽ നിന്നും പിന്മാറുമെന്ന് ഇറാൻ നിലപാടെടുത്തതാണ് ട്രംപ് നെതന്യാഹുവിനെ ചീത്ത വിളിക്കാൻ കാരണം. ഈ യുദ്ധത്തിലേക്ക് നെതന്യാഹു തന്നെ ചതിച്ച് ചാടിച്ചതാണെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ട്രംപ് പോഡ്കാസ്റ്റിൽ നിഷേധിച്ചു. ഇറാന്റെ ആണവായുധ മോഹങ്ങൾ തടയാൻ താൻ തന്നെയാണ് ഈ നീക്കത്തിന് തുടക്കമിട്ടതെന്നും ട്രംപ് അവകാശപ്പെടുകയും ചെയ്തു. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ ഇറാന്റെ ആക്രമണത്തോടെ ഇന്ന് ഇസ്രായേൽ ഉണ്ടാകുമായിരുന്നില്ല. ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന ഇറാൻ നിലവിലെ ചർച്ചയിൽ സമ്മതിച്ചിട്ടുള്ളതായും ട്രംപ് പറഞ്ഞു. ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ കാംനയുമായി ഉടൻ ചർച്ചയ്ക്ക് തനിക്ക് താൽപര്യമുണ്ടെന്നും ട്രംപ് മനസ്സു തുറന്നു. യുദ്ധത്തിൽ നിന്നും എങ്ങനെയെങ്കിലും തടിയുരണമെന്ന US നിലപാട് വ്യക്തമാക്കുന്നതായിരുന്നു ട്രംപിന്റെ ഏറ്റവും പുതിയ അഭിമുഖം. അഫ്താബുർ റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഖത്തറിന്റെ ലോകകപ്പ് ടീമിൽ ഇടം നേടിയ കണ്ണൂരുകാരൻ തഹസിൻ മുഹമ്മദാണ് ഇപ്പോൾ മലയാളികളുടെ ഫുട്ബോൾ ചർച്ചയിലെ താരം. ഫുട്ബോൾ ലോകം താരത്തെ വാഴ്ത്തുന്ന വേളയിൽ മകന്റെ ബാല്യകാല അനുഭവം മീഡിയ 1നോട് പങ്കുവെക്കുകയാണ് ഉമ്മ ഷൈമ. കുട്ടിക്കാലത്ത് കളിക്കാൻ പോയതിന് ചിലപ്പോഴൊക്കെ തഹസീനെ ചീത്ത പറയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ രസകരമാണെന്നും ഷൈമ ഓർത്തെടുക്കുകയാണ്. മകന്റെ സ്വപ്ന നേട്ടത്തിൽ അഭിമാനത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന ഉമ്മയുടെ വാക്കുകൾ കേൾക്കാം. ഒരുപാട് അനുഭവമുണ്ട് തഹസിൻ്റെ കാര്യത്തിൽ. നാട്ടിൽ പോകുമ്പോഴാണെങ്കിലും നമ്മൾ വെക്കേഷനാണ് പോകുന്നത്. അപ്പം തഹസിനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണില്ല. തഹസിന് കുട്ടികളുടെ കൂടെ ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും പുറത്ത് പോകാനൊക്കെ നോക്കുമ്പോൾ തഹസിനെ കാണില്ല. പിന്നെ ഇതേപോലെ ഞാനൊരു കല്യാണത്തിന് പോയി തഹസിനെയും കൂട്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി നിക്കാഹിൻ്റെ സമയമായപ്പോൾ തഹസിനെ ഡ്രസ്സൊക്കെ മാറ്റി റെഡിയാക്കി നിർത്തിയതാണ്. നിക്കാഹിൻ്റെ സമയമായപ്പോൾ തഹസിനെ കാണുന്നില്ല. അപ്പോൾ തഹസിനെ നോക്കുമ്പോൾ തഹസി ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുക. കളിച്ച് കപ്പുമായിട്ടാണ് വന്നത്. 300 റുപ്പീസും പിന്നെ കപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള. അത് ഇന്ന് ആലോചിക്കുമ്പോൾ അന്ന് നമ്മൾ അതിന് കുറേ ചീത്ത പറഞ്ഞു. കാരണം കല്യാണം നിക്കാഹിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായതാണ്. അപ്പോൾ ഇന്ന് ആലോചിക്കുമ്പം അതൊക്കെ ഒരുപാട് സന്തോഷം. ഇതെന്താണ് സംഭവം? ഇത് തഹസി വളരെ ചെറുതില്ല. തഹസിനൊരു 10 വയസ്സ് അങ്ങനെയൊക്കെയുള്ള സമയത്താണ്. വളരെ ചെറിയ പ്രായത്തിലാണ്. തഹസിന് കളിക്കുന്നത് പറയുകയാണെങ്കിൽ തഹസി എപ്പോഴാണോ നടന്നു തുടങ്ങിയത് അന്ന് തൊട്ടേ തഹസിൻ കളിക്കുമായിരുന്നു. കളിക്കും മീൻസ് ഫുട്ബോൾ തട്ടുമായിരുന്നു. അന്ന് പാമ്പർ ഇട്ട് നടക്കുന്ന, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, പാമ്പർ ഇട്ട് നടക്കുന്ന സമയത്ത് തഹസി ബോൾ ചവിട്ടിയിട്ടാണ് ഇങ്ങനെ എന്നും കാലിൽ പന്ത് ഉണ്ടാവും. ലോകകപ്പ് വരെ എത്തി. അൽഹംദുലില്ലാഹ്, ഒരുപാട് സന്തോഷം. തഹസി എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരുപാട് കുട്ടികൾ എന്നെക്കാളും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ടാവും. പക്ഷേ അത് അവർക്കുള്ള വഴി ചിലപ്പം ഈസി ആയിട്ടുണ്ടാവില്ല. അൽഹംദുലില്ലാഹ്, റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വഴികളെല്ലാം തന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വഴികളും ഈസിയാക്കി കൊടുത്തു. ഞങ്ങൾ ആരും തന്നെ അവന് വേണ്ടിയിട്ട് ഒരുപാട് ഇതിനു വേണ്ടി പിന്നാലെ നടക്കുകയോ അതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും ആ ഒരു വഴിക്ക് അൽഹംദുലില്ലാഹ് റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് അങ്ങനെ വന്നതാണ്. ശരി. കോഴിക്കോട് നിന്ന് കുവൈത്തിലേക്കുള്ള 9 പ്രവാസികളുടെ യാത്ര തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. 6 മാസത്തിലധികം നാട്ടിൽ കഴിഞ്ഞെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രാനുമതി നിഷേധിച്ചത്. അതേസമയം വിഷയത്തിൽ ഇടപെട്ട സാമൂഹ്യ പ്രവർത്തകൻ ഷറഫുദ്ദീൻ കണ്ണേത്ത് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് വ്യക്തത ലഭിച്ചതായി അറിയിച്ചു. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് കുവൈത്തിലേക്ക് യാത്ര തിരിക്കാനെത്തിയ പ്രവാസികളുടെ യാത്ര എയർ ഇന്ത്യ എക്സ്പ്രസ് തടഞ്ഞു.
6 മാസത്തിലധികം നാട്ടിൽ കഴിഞ്ഞതിനാൽ താമസരേഖയുടെ കാലാവധി സംബന്ധിച്ച ആശങ്ക ചൂണ്ടിക്കാട്ടിയാണ് യാത്രാനുമതി നിഷേധിച്ചത്. കുവൈറ്റിന്റെ അതോറിറ്റീസ് എല്ലാം നമുക്ക് പറഞ്ഞിരിക്കുന്നത് 6 months കഴിഞ്ഞവർക്ക് 3 months എക്സ്റ്റൻഷൻ കൂടി തന്നിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഇതിന് നമ്മൾ ഇവിടെ ഇപ്പൊ കൊച്ചിൻ കാലിക്കറ്റ് എയർപോർട്ടിൽ ഇപ്പൊ വന്നേക്കുവാണ് പോവാൻ വേണ്ടി തിരിച്ച് കുവൈറ്റിലേക്ക്. അപ്പം എയർ ഇന്ത്യ എക്സ്പ്രസ്സുകാർ പറയുന്നത് അവർക്ക് ഇതുവരെയായിട്ടും ഈ നമുക്ക് നമ്മുടെ എക്സ്റ്റൻഷൻ റിലേറ്റഡ് 1 മാസത്തേക്ക് മാത്രമേ എക്സ്റ്റൻഷൻ തന്നിട്ടുള്ളൂ എന്നാണ് അവർക്ക് വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം. സോ ഇപ്പൊ അത് നമ്മൾ എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങളെ തുടർന്ന് ഫെബ്രുവരി 28-ന് പ്രവാസികൾക്ക് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം 3 മാസത്തെ അധിക ഇളവ് പ്രഖ്യാപിച്ചിരുന്നു. വിഷയത്തിൽ ഇടപെട്ട സാമൂഹ്യ പ്രവർത്തകൻ ഷറഫുദ്ദീൻ കണ്ണത്ത് അധികൃതരുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെ ഫെബ്രുവരി 28-ന് മുമ്പ് നാട്ടിലെത്തിയവർക്ക് 6 മാസം തികയുന്ന തീയതി മുതൽ 3 മാസത്തിനകം കുവൈത്ത് എയർവേസും ജസീറ എയർവേസും വഴി മടങ്ങാമെന്ന് മറുപടി ലഭിച്ചു. കഴിഞ്ഞ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നാട്ടിലെത്തിയ ആരിഫ, അനിൽകുമാർ, മൻസൂർ, നൌഷിദ്, ടെസി ജെയിംസ് ഉൾപ്പെടെ 9 പേർക്കാണ് യാത്ര മുടങ്ങിയത്. ഇവരിൽ 3 പേർ സ്ത്രീകളാണ്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യയിൽ ചൂട് വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പുമായി സൗദി അറേബ്യ. 48 ഡിഗ്രി കടക്കുമെന്നാണ് അറിയിപ്പ്. ചൂടിനൊപ്പം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റെത്തും. ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതാണ് മുന്നറിയിപ്പ്. സൗദിയിൽ ചൂട് വർദ്ധിക്കുകയാണ്. വിവിധയിടങ്ങളിൽ പൊള്ളുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ പ്രവിശ്യയിലാകെ താപനില ഉയർന്നിട്ടുണ്ട്. അൽ-അസയിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് ഉയർന്നപ്പോൾ ദമാമിൽ 46 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ പൊടിക്കാറ്റിനും സാധ്യതയുണ്ട്. മദീന, തബൂക്ക്, അൽജൌഫ്, വടക്കൻ അതിർത്തി പ്രദേശങ്ങൾ, ഹായിൽ, കസീം എന്നീ മേഖലകളിലെ ചില ഭാഗങ്ങളിലാണ് ശക്തമായ പൊടിക്കാറ്റ് പ്രതീക്ഷിക്കുന്നത്. കടുത്ത ചൂട് തുടരുന്നതിനിടെ രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുണ്ട്. ജിസാൻ, അസീർ, അൽബഹ, മക്ക എന്നിവിടങ്ങളിലെ മലയോര മേഖലകളിലാണ് ഇടിയോടും ശക്തമായ കാറ്റോടും കൂടി മഴ പെയ്യാൻ സാധ്യതയുള്ളത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിലുണ്ട്. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. ഒമാനിൽ വേനൽ ചൂട് പുതിയ റെക്കോർഡിലേക്ക്. അൽ വുസ്ത ഗവർണറേറ്റിലെ മഹൂത്തിൽ ഈ സീസണിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 50 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ ഉൾനാടൻ മരുഭൂമി മേഖലകളിൽ 48 ഡിഗ്രിക്ക് മുകളിലാണ് താപനില. രാജ്യത്ത് ഉഷ്ണതരംഗം കടുക്കുകയാണെന്നും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ചൂട് ഇതേ നിലയിൽ തുടർന്നേക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നത്. റിയാദിലെ കടുത്ത ഗതാഗത കുരുക്കുള്ള 6 ഇടങ്ങളിൽ ഫ്ലെക്സിബിൾ ജോലി സമയം നടപ്പിലാക്കി തുടങ്ങി. വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന 50ഓളം കമ്പനികൾ ഇന്നലെ മുതൽ ഇതിൽ ഭാഗമായി കഴിഞ്ഞു. സൗദി തൊഴിൽ വകുപ്പും റോയൽ കമ്മീഷന് കീഴിലാണ് പരീക്ഷണം. ജീവനക്കാർ ഒരേ സമയത്ത് ഓഫീസുകളിൽ എത്തുന്നതും മടങ്ങുന്നതും ഒഴിവാക്കിയാണ് പദ്ധതി. രാവിലെയും ഉച്ചക്കും വൈകുന്നേരവുമെല്ലാം ഒരുപോലെ തിരക്കുള്ള റിയാദിലെ 6 പ്രദേശങ്ങൾ. അവ ഇവയാണ്: 1 കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്ട് അഥവാ KAFD, 2 ഡിജിറ്റൽ സിറ്റി, 3 ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ, 4 ലെയ്സൺ വാലി, 5 ഗ്രനഡ, 6 റോഷൻ ഫ്രണ്ട്. ഈ മേഖലകളിലാണ് പുതിയ പരിഷ്കാരം നിലവിൽ വന്നത്. റിയാദ് റോയൽ കമ്മീഷന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഈ പദ്ധതി. അതായത് 50ഓളം കമ്പനികൾ ഇന്നലെ മുതൽ ഈ പദ്ധതിയുടെ ഭാഗമാണ്. ജീവനക്കാർ ഒരേ സമയത്ത് ഓഫീസുകളിൽ എത്തുന്നതും മടങ്ങുന്നതും ഒഴിവാക്കുകയാണ് ലക്ഷ്യം. വ്യത്യസ്ത സമയക്രമങ്ങളിൽ ജോലി ക്രമീകരിക്കുന്ന രീതിയാണിത്. ഓഫീസുകളിൽ പരമാവധി 4 മണിക്കൂർ സേവനം ഉറപ്പാക്കുന്ന വിധത്തിലാണ് നിലവിലുള്ള സമയക്രമം. അഡ്മിനിസ്ട്രേറ്റീവ് ജോലികൾക്കാണ് ഈ പുതിയ നിയമം ബാധകമാവുക. ആരോഗ്യമേഖല, പൊതുവിദ്യാഭ്യാസം, ഫീൽഡ് ജോലികൾ, തടസ്സമില്ലാതെ സേവനം ആവശ്യമുള്ള മറ്റ് പ്രവർത്തന മേഖലകൾ എന്നിവയെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തിരക്കേറിയ ഈ 6 പ്രദേശങ്ങളിലും ഒരേ സമയം വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നത് കുറക്കുകയാണ് ലക്ഷ്യം. ഇത് ട്രാഫിക് കുറക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനു പുറമെ റിയാദിൽ റോഡ് വികസനം, പൊതുഗതാഗതം, ട്രാഫിക് മാനേജ്മെന്റ്, ആധുനിക നിയന്ത്രണ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള വിപുലമായ പദ്ധതികളും നടപ്പാക്കുന്നതായി റോയൽ കമ്മീഷൻ അറിയിച്ചു. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ഹിജ്റ വർഷാരംഭത്തിന്റെ ഭാഗമായി UAE-യിൽ സർക്കാർ മേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും ജൂൺ 15 തിങ്കൾ പൊതു അവധി പ്രഖ്യാപിച്ചു. ഫെഡറൽ അതോറിറ്റി ഫോർ ഗവൺമെന്റ് ഹ്യൂമൻ റിസോഴ്സാണ് അവധി പ്രഖ്യാപിച്ചത്. 2026 ഔദ്യോഗിക അവധി ദിനങ്ങളുടെ പട്ടികയോട് ചേർത്താണ് പുതുവർഷാവധിയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവധി കഴിഞ്ഞ് ജൂൺ 16 ചൊവ്വാഴ്ച മുതൽ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ,
സാധാരണ നിലയിൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും. തിങ്കളാഴ്ച അവധിയായതിനാൽ ശനി, ഞായർ വാരാന്ത്യ അവധി ലഭിക്കുന്ന ജീവനക്കാർക്ക് തുടർച്ചയായി 3 ദിവസത്തെ അവധി ആസ്വദിക്കാനാകും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ ഹാജിമാരുടെ മദീന സന്ദർശനം നാളെ ആരംഭിക്കും. 8 ദിവസം ഹാജിമാർ മദീനയിൽ സന്ദർശനം പൂർത്തിയാക്കിയാണ് നാട്ടിലേക്ക് മടങ്ങുക. മദീന വഴിയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തിയ മുഴുവൻ മലയാളി ഹാജിമാരും നാട്ടിലേക്ക് പോകുന്നത്. കൊച്ചിയിൽ നിന്നെത്തിയ 855 ഹാജിമാരാണ് ആദ്യ ദിനം മദീനയിലേക്ക് സന്ദർശനത്തിനായി പുറപ്പെടുക. നാളെ ഉച്ചയോടെ ഹജ്ജ് സർവീസ് കമ്പനി ഒരുക്കിയ ബസ്സുകളിൽ ഇവരെ കൊണ്ടുപോകും. തീർത്ഥാടകരുടെ ബാഗേജുകൾ നേരത്തെ ശേഖരിച്ച് ട്രക്കുകളിൽ മദീനയിലെത്തിക്കും. അറഫ, മീന, മുസ്തലിഫ, ജംറ എല്ലാം വളരെ ഭംഗിയായി കഴിഞ്ഞു. നിങ്ങളുടെ റസൂലിന്റെ റൗള കാണാനും സന്ദർശിക്കാനും അവിടെ സലാം പറയാനും ജന്നത്തിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനും അവിടെ നിന്ന് എല്ലാം സലാമത്തായി നാട്ടിലേക്ക് തിരിക്കുവാനും. പ്രവാചക പള്ളിക്ക് അടുത്താണ് മുഴുവൻ ഹാജിമാർക്കും ഇത്തവണ താമസ സൗകര്യം. റൗള സന്ദർശനം ഉൾപ്പെടെ പൂർത്തിയാക്കി 8 ദിവസത്തിന് ശേഷം ഹാജിമാർ നാട്ടിലേക്ക് മടങ്ങും. ഹജ്ജിന്റെ എല്ലാ കർമ്മങ്ങളും വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ കഴിയുകയും നാളെ വിദാഇന്റെ തവാഫ് കഴിഞ്ഞ ഉടനെ തന്നെ മദീനയിലേക്ക് ഞങ്ങൾ യാത്രയാവുകയും ചെയ്യും. അതിന്റെ മുന്നോടിയായി ഞങ്ങളുടെ ലഗേജുകളെല്ലാം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നാളെ ബസ് അധികൃതർ അയക്കുന്നതിനനുസരിച്ച് മദീനയിലേക്ക് പോകും. മദീനയിലെ പ്രധാന ചരിത്ര സ്ഥലങ്ങളും ഹാജിമാർ സന്ദർശിക്കും. ഷോർട്ട് ഹജ്ജ് വിഭാഗത്തിലെത്തിയവർ ഈ മാസം 11-നാണ് മടങ്ങുക. സാധാരണ കാറ്റഗറിയിലെത്തിയവർ ജൂൺ 13-നുമാണ് നാട്ടിലേക്ക് പോവുക. സാബിത് സലീം, മീഡിയ 1 മക്ക. ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മലയാളി ഹജീബ് ജിദ്ദ വിമാനത്താവളത്തിൽ കുഴഞ്ഞു വീണ് മരിച്ചു. മലപ്പുറം മങ്കട വെള്ളില UK പടി സ്വദേശി അലവി ഊരക്കോട്ടിലാണ് മരിച്ചത്. 60 വയസ്സായിരുന്നു. സ്വകാര്യ ഗ്രൂപ്പിൽ ഭാര്യയോടൊപ്പമായിരുന്നു ഹജ്ജിനെത്തിയത്. KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയായി വരികയാണ്. ക്കാർക്കായി വിമാനത്താവളങ്ങളിൽ ആംഗ്യഭാഷാ സംവിധാനം ഏർപ്പെടുത്തി സൗദി അറേബ്യ. സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ്റെതാണ് പദ്ധതി. സംസാരിക്കാനും കേൾവിക്കും ബുദ്ധിമുട്ട് നേരിടുന്നവർക്കുള്ള സേവനം മികച്ചതാക്കുകയാണ് ലക്ഷ്യം. കേൾവി പരിമിതിയുള്ളവർക്കും ശാരീരികമായി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമാണ് പുതിയ സംവിധാനം. ഇത്തരം വിഭാഗക്കാർക്കായി വിമാനത്താവളങ്ങളിൽ ആംഗ്യഭാഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സൈൻ ലാംഗ്വേജ് ഇന്റർപ്രിറ്റേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെ സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷന്റേതാണ് പദ്ധതി. സംസാരിക്കാനും കേൾവിക്കും ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ഏറെ ഗുണം ചെയ്യുന്നതാണ് പുതിയ തീരുമാനം. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈത്ത് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ മിസൈലുകൾ തടയുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചയാളെ ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയ ഇയാൾ ഗതാഗത അപകടത്തിനും കാരണമായി. സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണിയാണെന്ന് മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു. ഇത്തരം നിയമലംഘനങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ പങ്കിടുന്നത് ഒഴിവാക്കാനും വിവരങ്ങൾക്ക് ഔദ്യോഗിക മാധ്യമങ്ങളെ മാത്രം ആശ്രയിക്കാനും ആഭ്യന്തര മന്ത്രാലയം പൗരന്മാരോടും പ്രവാസികളോടും അഭ്യർത്ഥിച്ചു. ഒത്തുചേരലിന്റെ ആഹ്ലാദവും ഒത്തൊരുമയുടെ സന്ദേശവും കൈമാറി തനിമ ഖത്തറിന്റെ പെരുന്നാളാഘോഷം. ദോഹ മെഷാഫിലെ പൊദാർപേൾ സ്കൂളിലായിരുന്നു പരിപാടി. കലാപരിപാടികൾ ആഘോഷത്തിന് നിറം പകർന്നു. മലർവാടി ബാലസംഘം, സ്റ്റുഡൻസ് ഇന്ത്യ, ഗേൾസ് ഇന്ത്യ, വിമൻ ഇന്ത്യ യൂത്ത് ഫോറം എന്നിവയുടെ സഹകരണത്തോടെ ഈ ദിനം എന്ന പേരിലാണ് തനിമ ഖത്തർ ഈദ് ആഘോഷം സംഘടിപ്പിച്ചത്. സ്വാഗത നൃത്തം, ഒപ്പന, മ്യൂസിക്കൽ ഡ്രാമ, മെഡ്ലി, കവാലി, വട്ടപ്പാട്ട്, സ്കിറ്റ് തുടങ്ങിയ കലാപ്രദർശനങ്ങൾ ആഘോഷത്തിന് പൊലിവ് കൂട്ടി. ആധുനിക സ്ത്രീ മുന്നേറ്റത്തിന്റെ കഥ പറയുന്ന ഡോക്ടർ സയ്യിദ പാഷയുടെ കിതാബിലെ പെണ്ണ്, നന്മ ജീവിതങ്ങളെ ആവിഷ്കരിച്ച ലത്തീഫ് വടക്കേക്കാടിന്റെ നൂർ എന്നീ രംഗാവിഷ്കാരങ്ങൾ സദസ്സിന് വേറിട്ട അനുഭവമായി. മലബാർ സമര ചരിത്രത്തിന്റെ ഏടുകളിലൂടെ ആരംഭിച്ച് കേരളീയ മുസ്ലിം സാംസ്കാരികതയിലൂടെ വികസിക്കുന്ന തീം ഷോ ആയാണ് പരിപാടികൾ രൂപകൽപ്പന ചെയ്തത്. ഡോക്ടർ സൽമാൻ, അമീൻ ഹസൻ എന്നിവർ ഷോക്ക് ചുക്കാൻ പിടിച്ചു. CIC പ്രസിഡന്റ് RS അബ്ദുൽ ജലീൽ ഈദ് സന്ദേശം കൈമാറി. ജസീം CK, സിദ്ദീഖ് KP, നബീൽ, മുനീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മീഡിയ 1, ദോഹ. ഖരീഫ് സീസണോടനുബന്ധിച്ചുള്ള വിനോദ പരിപാടികൾക്ക് ലൈസൻസ് നിബന്ധനകൾ കർശനമാക്കി ദോഫാർ മുനിസിപ്പാലിറ്റി.
സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതും മുൻകൂട്ടി അനുമതി വാങ്ങാത്തതുമായ വിനോദ പരിപാടികൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഖരീഫ് സീസൺ ആരംഭിക്കാനിരിക്കെ വിനോദ മേഖലകളിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് മുനിസിപ്പാലിറ്റിയുടെ നീക്കം. ഇലക്ട്രിക് ഗെയിമുകൾ, കുതിര, ഒട്ടക സവാരികൾ തുടങ്ങിയ എല്ലാത്തരം വിനോദ പരിപാടികൾക്കും മുൻകൂട്ടിയുള്ള ലൈസൻസ് നേടണം. ആവശ്യമായ പെർമിറ്റുകളും അംഗീകാരങ്ങളും നേടുന്നതിന് മുൻപായി ഒരു തരത്തിലുള്ള ഒരുക്കങ്ങളോ പ്രവർത്തനങ്ങളോ ആരംഭിക്കാൻ പാടില്ലെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. സമീക്ഷ UK സംഘടിപ്പിച്ച 4ാമത് ദേശീയ വടംവലി മത്സരം ഷ്രൂസ്ബറിയിലെ ലണ്ടൻ റോഡ് സ്പോർട്സ് സെന്ററിൽ നടന്നു. പ്രമുഖ വടംവലി ടീമുകൾ മാറ്റുരച്ച മത്സരത്തിൽ സ്റ്റോക്ക് ലയൺസ് വാരിയേഴ്സ് 1ാം സ്ഥാനവും 2001 പൗണ്ടും എവറോളിംഗ് ട്രോഫിയും സ്വന്തമാക്കി. 2ാം സ്ഥാനം നേടിയ ടൺബ്രിഡ്ജ് ടസ്കേഴ്സ് കിങ്സ് 1001 പൗണ്ടിനും ട്രോഫിക്കും അർഹരായി. 3ാം സ്ഥാനം സ്റ്റോക്ക് ലയൺസ് ചാമ്പ്യൻസ് ആണ്, 501 പൗണ്ടും ട്രോഫിയും കരസ്ഥമാക്കി. 4ാം സ്ഥാനം അച്ചയൻസ് ഫ്രീഫോർഡ് 251 പൗണ്ടും ട്രോഫിയും കരസ്ഥമാക്കി. സമീക്ഷ UK ദേശീയ പ്രസിഡന്റ് ബൈജു നാരായണന്റെ അധ്യക്ഷതയിൽ ഷ്രൂസ്ബറി MP ജൂലിയ ബക്ലി മത്സരം ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ സെക്രട്ടറി ദിലീപ് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ വിപിൻ രാജ്, സിറാജ് മൊയ്തീൻ, അഖിൽ ശശി, വിപിൻ രാജ്, മണികണ്ഠൻ കുമാരൻ, രമേശ് നാഗരൻ, അനീഷ് ആന്റണി, ജോബി ജോസ്, റോയ് ഇഗ്നേഷ്യസ് ജോസഫ് എന്നിവർ സംസാരിച്ചു. സമീക്ഷ UKയുടെ 5ാം ദേശീയ വടംവലി മത്സരം 2027 ജൂൺ 5-ന് മാഞ്ചസ്റ്റർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെസ്റ്റർഷീൽഡിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ദേശീയ സെക്രട്ടറി ദിലീപ് കുമാർ അറിയിച്ചു. സൗദിയിലെ OICC റിയാദ് സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജനകീയ രക്തദാന ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷന് തുടക്കമായി. ഈ മാസം 12 വെള്ളിയാഴ്ച റിയാദിലെ സുമൈസി ആശുപത്രിയിൽ വെച്ചായിരിക്കും ക്യാമ്പ് ഒരുക്കുക. ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടികൾക്കാണ് ഇപ്പോൾ തുടക്കമായത്. റിയാദ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി സുരേഷ് ശങ്കർ രജിസ്ട്രേഷന് തുടക്കം കുറിച്ചു. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ തൃശൂർ പഴയന്നൂർ സ്വദേശി റിയാദിൽ മരിച്ചു. പൊറ്റ സ്വദേശി ഇബ്രാഹിം സിദ്ദീഖാണ് മരണപ്പെട്ടത്. 58 വയസ്സായിരുന്നു. റിയാദിൽ സുമൈഷി ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മരണം. 20 വർഷത്തിലധികമായി റിയാദിൽ ഇസ്തിറാഹ മേൽനോട്ടക്കാരനായി ജോലി ചെയ്ത് വരികയായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ റിയാദ് മലപ്പുറം ജില്ലാ KMCC വെൽഫെയർ വിങ്ങിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. ഹജ്ജ് സമയത്ത് 1 ലക്ഷത്തോളം തീർത്ഥാടകർക്ക് ലുലു ഗ്രൂപ്പ് സൗജന്യ ഭക്ഷണമൊരുക്കി. ഹജ്ജിന്റെ പുണ്യസ്ഥലങ്ങളിൽ 10 സ്റ്റോറുകളിലായി ഇത്തവണയും ലുലു സജീവമായിരുന്നു. ഓൺലൈൻ ഡെലിവറിയും ലുലു ഇത്തവണ ലഭ്യമാക്കി. ഹജ്ജിന്റെ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാകെ 10 സ്റ്റോറുകൾ ലുലു ഇത്തവണ തുറന്നിരുന്നു. റെക്കോർഡ് എണ്ണം തീർത്ഥാടകർ ഇത്തവണയും ഹജ്ജ് ദിവസങ്ങളിൽ ലുലു സ്റ്റോറുകളിലെത്തി. സ്റ്റോറുകളിലെ വിൽപ്പനയ്ക്ക് പുറമെ സൗദി ഭരണകൂടവുമായി കൈകോർത്ത് ഹാജിമാർക്കായി 1 ലക്ഷത്തോളം സൗജന്യ ഭക്ഷണ വിതരണമാണ് ഒരുക്കിയത്. ഇതിനു പുറമെ സൗജന്യമായി ജ്യൂസുകൾ, കുടകൾ, കുടിവെള്ളം എന്നിവയും വിതരണം ചെയ്തു. സൗദി മെയ്ഡ് പ്രോഗ്രാം, സൗദി എക്സ്പോർട്സ് എന്നിവരുടെ പങ്കാളിത്തത്തോടെയായിരുന്നു സൗജന്യ വിതരണങ്ങൾ. ഇത്തവണ ഓൺലൈൻ ഡെലിവറിയും പുണ്യസ്ഥലങ്ങളിൽ ഗ്രൂപ്പിന് കീഴിൽ വിപുലമാക്കിയിരുന്നു. മീഡിയ 1 മക്ക. പ്രമുഖ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ശൃംഖലയായ വെജ്മിയുടെ ഒമാനിലെ ആദ്യ ശാഖ അൽ ഖുവൈറിലെ നെസ്റ്റോ മാർക്കറ്റിന് പിന്നിൽ പ്രവർത്തനം ആരംഭിച്ചു. ആഗോളതലത്തിൽ വെജ്മിയുടെ 18ാമത് ഔട്ട്ലെറ്റാണിത്. വെജിറ്റേറിയൻ ഭക്ഷണപ്രേമികൾക്കായി രുചികരവും ആരോഗ്യകരവുമായ വിഭവങ്ങൾ മിതമായ നിരക്ക് ലഭ്യമാക്കാനാണ് വെജ്മി പ്രവർത്തിക്കുന്നതെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ച വെജ്മി ഒമാനിലും ആരംഭിക്കുകയാണ്. അൽഖുവൈറിൽ നെസ്റ്റോ മാർക്കറ്റിന് പിന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഒമാനിലെ ആദ്യ ശാഖയുടെ ഉദ്ഘാടനം സെയ്ദ് ഖാലിദ് മഹ്ഫൂസ് സലീം അൽ ബുസൈദി നിർവഹിച്ചു. ചടങ്ങിൽ ഹാരിസ് പാലോളത്തിൽ, മുജീബ് വിട്ടിക്ക്, കുഞ്ഞു മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു.
വെജിറ്റേറിയൻ പ്രേമികൾക്ക് മികച്ച ഭക്ഷണാനുഭവം സമ്മാനിക്കുന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിച്ച വെജ്മി എല്ലാ വിഭാഗം ഉപഭോക്താക്കൾക്കും അനുയോജ്യമായ അന്തരീക്ഷമാണ് ഒരുക്കിയിരിക്കുന്നതെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷമായിട്ട് UAE-ൽ 17ഓളം ബ്രാഞ്ചോടുകൂടി സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് വെജ്മി. ജനങ്ങൾ ഏറ്റെടുത്ത ബ്രാൻഡാണെന്ന് തന്നെ പറയാം. അതിൻ്റെ 18ാമത്തെ ബ്രാഞ്ച് ഒമാനിലെ ആദ്യത്തെ ബ്രാഞ്ച് ഇന്ന് അൽക്കുവേറിൽ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. സോ വെജ്മിയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ക്വാളിറ്റി ഓഫ് ഫുഡ് ഹൈജീനിക് ആണ്, ഹെൽത്തി ഫുഡാണ്, ദെൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അഫോർഡബിൾ ആണ്. ഇതാണ് നമ്മുടെ ടാഗ് ലൈൻ. സോ UAE-ലെ ജനങ്ങൾ ഏറ്റെടുത്തതുപോലെ തന്നെ ഒമാനിലും ആളുകൾ ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉയർന്ന നിലവാരത്തിലുള്ള ഭക്ഷണവും കർശനമായ ശുചിത്വ മാനദണ്ഡങ്ങളും പാലിക്കുന്നതിൽ ഉപഭോക്താക്കളുടെ വിശ്വാസം നേടിയ ബ്രാൻഡായി വെജ്മി വളർന്നിട്ടുണ്ടെന്നും മാനേജ്മെന്റ് പറഞ്ഞു. ആരോഗ്യകരവും വിശ്വസനീയമായ ഭക്ഷണം തേടുന്നവർക്ക് വെജ്മി മികച്ച തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് ഉപഭോക്താക്കളും കൂട്ടിച്ചേർത്തു. ಫುಡ್ ಬಹಳ ಚೆನ್ನಾಗಿತ್ತು. ನಾವು ಮಂಗಳೂರಿನವರು, ಅದೇ ಸೇಮ್ ಟೇಸ್ಟ್ ಇದೆ. ಇಡ್ಲಿ ಆಗಿರ್ಬೋದು, ಶೀರ್ ಆಗಿರ್ಬೋದು, ತುಂಬ ಚೆನ್ನಾಗಿದೆ. നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് പ്രൈസ് ഒരു അഫോർഡബിൾ പ്രൈസിൽ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. നല്ല ടേസ്റ്റാണ്, നല്ല ഭക്ഷണമാണ്, നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മസാല ദോശ, പൂരി എല്ലാം കഴിച്ച് ഉഷാറായി. ما شاء الله المطعم وجبات طيبة, وجبات يعني مثل ما تقول هندية شعبية. അടിപൊളി, വേറെ ലെവലാണ് കേട്ടോ. നമുക്ക് ഈ എത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഈ ഭാഗത്ത് നമ്മൾ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതിനുള്ള വർത്തുണ്ട്. വെജ്മിയുടെ ഒമാനിലെ പുതിയ ശാഖകൾ റൂവി, ഗാല, മബേല എന്നിവിടങ്ങളിൽ ഉടൻ പ്രവർത്തനം ആരംഭിക്കും. മീഡിയ 1 മസ്കത്ത്. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ആർട്സ് ദോഹയുടെ വാർഷികാഘോഷം അംഗഹാര 2026 അരങ്ങേറി. ദോഹ ഹാമിൽട്ടൺ ഇന്റർനാഷണൽ സ്കൂളിലായിരുന്നു പരിപാടി. കുട്ടികളുടെ ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ, സിനിമാറ്റിക് നൃത്തങ്ങളും ആയോധന കലയുടെ അവതരണവും ആഘോഷത്തിന് മാറ്റുകൂട്ടി. ചടങ്ങിൽ കലാഞ്ജലി 2025 വിജയികളെ ആദരിച്ചു. ICC ഭാരവാഹികളായ എബ്രഹാം ജോസഫ്, ശാന്തനു ദേശ്പാണ്ഡെ, നന്ദിനി അബഗൌണി, മെറ്റിൽഡ സോളമൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.